എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പനീർ ബട്ടർ മസാല റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിന് നമുക്ക് ഉള്ളി അരിയോ വഴട്ടോ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 3 തക്കാളി എടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് അരച്ചെടുത്ത് ആ പേസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ കറിയാക്കുന്നത്. ഇത് നമ്മൾ പനീർ എടുക്കുന്നത്. പനീർ ഞാൻ 400 ഗ്രാംസ് എടുത്തേക്കുന്നത്, പക്ഷേ അത് ഞാൻ 200 ഗ്രാംസ് ഇപ്പോൾ കറിക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആക്കി വെക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കറിയിലിടുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. കറിയിൽ ചില ബട്ടർ നമ്മൾ ഹാർഡായി പോവില്ല, അങ്ങനെ ആവില്ല അത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തക്കാളി ഇതിലൂടെ എല്ലാ ഭാഗത്തും അങ്ങനെ സ്കിൻ ഇളകി വരുന്ന രീതിയിലാവട്ടെ. അതിനുശേഷം അതെടുത്തിട്ട് സ്കിൻ റിമൂവ് ചെയ്ത് നമ്മളത് അരച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി ഇത് സ്കിൻ എടുത്ത് കളഞ്ഞിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിനകത്ത് സീഡ്സ് വേണ്ടെങ്കിൽ അതും എടുത്ത് മാറ്റാം. അപ്പം ഞാനത് മാറ്റിയിട്ടില്ല, ഇതിപ്പോൾ അരച്ചെടുത്തു. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ചെറിയൊരു ഒരു ടേബിൾ സ്പൂൺ വരുന്ന രീതിയിലായിട്ടേക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇപ്പം ബട്ടറാണ് ടേസ്റ്റ് അതിന്, അല്ലെങ്കിൽ 50-50 എടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് ചേർത്താലും മതി. ഇതിപ്പോൾ വളരെ കുറച്ചുണ്ടായിട്ടുള്ള അരയത്തില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ കറിയിലിടുമ്പോൾ അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ആ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഈ ഇഞ്ചിയുടെ ഒന്നും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല, നല്ല അതൊട്ടും അറിയാണ്ടിരിക്കും നന്നായിട്ട് ബട്ടറിൽ മൂത്ത് കഴിയുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിൽ ചേർക്കും. അപ്പോൾ അരച്ച് വെച്ചേക്കാൻ തക്കാളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിലെ വെള്ളം മൊത്തത്തിൽ വറ്റിച്ചെടുക്കണം, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വഴട്ടേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനെ അങ്ങ് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് വറ്റിയിട്ട് വേണം നമുക്ക് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് സമയം എടുക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കറി റെഡിയാവും. പക്ഷേ ഈ തക്കാളിയുടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്ന അത്ര സമയം മാത്രമേ ഉള്ളൂ നമുക്ക് എടുക്കേണ്ടി വരുന്നത് ഇതിന്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ കാഷ്നട്ട് അരച്ച് ചേർക്കാം, ടേസ്റ്റ് അപ്പോൾ കുറച്ചുകൂടി കൂടും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് കാഷ്നട്ട് ഒരു 10 കാഷ്നട്ട് എടുത്ത് സോക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്ത് മിക്സിയിൽ അരച്ച് ഇതിൻ്റെ ചേർത്താൽ മതി. അത് ലാസ്റ്റ് കറി ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് അതിൻ്റെ വെള്ളം എല്ലാം വറ്റി ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മസാലപ്പൊടികൾ ചേർക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഗരം മസാല അതാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ വെച്ചിട്ടാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇട്ട് നമ്മൾ പിന്നെ ക്രീം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചേർക്കുന്ന ക്രീമല്ല, ഹാഫ് ആൻഡ് ഹാഫ് ആണ്. ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ക്രീമും മിൽക്കും കൂടി 50-50 വരുന്ന വിപ്പിംഗ് ക്രീം ഇല്ലേ. അപ്പോൾ വിപ്പിംഗ് ക്രീം ആണ് നിങ്ങൾ ചേർക്കണമെങ്കിൽ കുറച്ച് അതിനോട് വെള്ളം ചേർക്കാം, അതല്ലെങ്കിൽ പാല് ചേർക്കാം. ഇത് ഏത് ചേർത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെയ്യുന്നത്.
പിന്നെ നമ്മളൊന്ന് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം അടുത്ത ക്രീം ചേർക്കാൻ. ക്രീമെല്ലാം ഞാൻ 1/2 ചേർക്കുന്നത് കുറച്ച് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ പിരിഞ്ഞോ. ഭയങ്കര ചൂടിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പിരിഞ്ഞോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് ഗ്രേവി ഒട്ടും ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വെള്ളം അല്ലെങ്കിൽ പാൽ എന്ത് ചേർത്താലും കുഴപ്പമില്ല. ഇപ്പോൾ കാഷ്നട്ട് പേസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അരച്ച് ചേർക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പനീർ ചേർക്കാം. പനീർ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതിൽ ചേർക്കാം. പിന്നെ അധികം വേവില്ല, ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒട്ടും ഹാർഡാവത്തില്ല. ഈ പനീർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് കൊണ്ട് ഒട്ടും അത് ഹാർഡാവത്തില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, നമ്മൾ ചേർത്ത ബട്ടറൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ഈ ടേസ്റ്റ് എല്ലാം ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കുന്നു. നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ അത് കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ മനസ്സിലായില്ലേ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.